വഖഫ് നിയമ ഭേദഗതി ബിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കടമ്പ ഇന്നലെ രാത്രിയല്ല ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2 മണിയോടെയാണ് പൂർത്തിയാക്കിയത്. ലോക്സഭ ബിൽ പാസാക്കി. ഇന്ന് ബിൽ രാജ്യസഭയിലേക്ക് എത്തുകയാണ്. 14 മണിക്കൂർ നീണ്ട നടപടിക്രമങ്ങൾക്കൊടുവിലാണ് ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയത്. പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ തള്ളി. ER രാഗേഷ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാവിലെ നമ്മൾ സംസാരിച്ചത് ലോക്സഭയിൽ 8 മണിക്കൂർ നീളുന്ന ഒരു ചർച്ചയെക്കുറിച്ചാണെങ്കിൽ നീണ്ടത് 14 മണിക്കൂർ വരെ പോയി. 288 വോട്ട്. കണക്കുകൾ അനുകൂലമായിരുന്നു നേരത്തെ തന്നെ. ആ കണക്കുകൾ സാധൂകരിച്ചുകൊണ്ട് ലോക്സഭയിൽ ബില്ല് പാസ്സാവുകയും ചെയ്തു. ഇന്നിപ്പോൾ രാജ്യസഭയിലേക്ക് വരുമ്പോൾ എന്താണ് സ്ഥിതി? ഇന്നലത്തെ ചർച്ചകൾ എങ്ങനെയൊക്കെയായിരുന്നു? ശ്രീജ, കേന്ദ്ര സർക്കാർ ഏതായാലും ആദ്യ കടമ്പ കടന്നിരിക്കുന്നു. കാരണം ലോക്സഭ ഈ ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. ഇന്നലെ 8 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 10 മണിക്ക് മുമ്പായി ചർച്ചകളൊക്കെ തന്നെ അവസാനിക്കേണ്ടതായിരുന്നു, ബില്ല് അവിടെ പാസ്സാക്കേണ്ടതായിരുന്നു. പക്ഷേ 14 മണിക്കൂറാണ് ചർച്ച നീണ്ടുപോയത്. തുടർന്ന് ഏതാണ്ട് 1:56 പുലർച്ചെ 1:56 ബില്ല് പാസ്സാക്കിയത്. 288 അംഗങ്ങൾ, ഭരണപക്ഷത്തിനുള്ള 288 അംഗങ്ങൾ ഈ ബില്ലിനെ പിന്തുണച്ചു. 232 പേർ എതിർത്ത് വോട്ട് ചെയ്തു. കേരളത്തിൽ നിന്ന് ഏതായാലും സുരേഷ് ഗോപി ഒഴികെ ബാക്കി എല്ലാവരും ഈ ബില്ലിനെ എതിർത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 12:06 ഈ ചർച്ച തുടങ്ങിയത്. പുലർച്ചെ 1:56 വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 14 മണിക്കൂർ നീണ്ട ചർച്ചയാണ് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ നടന്നത്. പലപ്പോഴും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളും കേന്ദ്രമന്ത്രിമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇന്നലെ കെ രാധാകൃഷ്ണൻ സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപി എഴുന്നേറ്റുന്നതിന് ശേഷം സംസാരിക്കുന്നത് കണ്ടു. അതിനുശേഷം ഹൈബി ഈഡൻ സംസാരിക്കുമ്പോൾ ജോർജ് കുര്യന്റെ ഇടപെടലുണ്ടായി. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളും ഒപ്പം തന്നെ BJP അംഗങ്ങളും തമ്മിൽ വാക്കേറ്റത്തിലൊക്കെ അടക്കം കാര്യങ്ങൾ പോയി. കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ആവർത്തിച്ച് പറഞ്ഞത് ഇത് ന്യൂനപക്ഷ വിരുദ്ധമല്ല എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. മതകാര്യങ്ങളിൽ ഇത് ഇടപെടുന്നില്ല ഈ നിയമം ബില്ല് കൊണ്ട് എന്നാണ് കേന്ദ്രം ആവർത്തിച്ച് പറയുന്നത്. ഒപ്പം മുൻപം അടക്കമുള്ള വിഷയങ്ങളും റിജിജു പരാമർശിക്കുകയും ചെയ്തു. അതായത് മുൻപം പ്രശ്നത്തിനടക്കം പരിഹാരം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കേരളത്തിനുള്ള അടക്കം പ്രതിപക്ഷ അംഗങ്ങൾ പല ഭേദഗതി നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഇതൊക്കെ തന്നെ തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഇതര സമുദായത്തിനുള്ള പ്രാതിനിധ്യം, ഈ ബോർഡുകളിൽ സംബന്ധിച്ച ഭേദഗതി NK പ്രേമചന്ദ്രൻ ഒപ്പം തന്നെ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവരൊക്കെ തന്നെ അത്തരം ഭേദഗതി നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അതും തള്ളി. തുടർന്നാണ് പുലർച്ചെ ഏതാണ്ട് 1:56 ബില്ല് പാസ്സാക്കാൻ സാധിച്ചത്. അങ്ങനെ ആദ്യ കടമ്പ കടന്നു എന്ന് പറയാം. ഇന്നേതായാലും രാജ്യസഭയിൽ വരികയാണ് ബില്ല്. സ്വാഭാവികമായും രാജ്യസഭയിലും സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധിയില്ല. 237 അവിടുത്തെ നിലവിലെ അംഗബലം. 122 അംഗങ്ങൾ NDAക്കുണ്ട്. 119 അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും അവിടെയും സർക്കാരിന് പ്രശ്നങ്ങളില്ല. അങ്ങനെ ഇന്ന് രാജ്യസഭയിലും ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി അത് നിയമമാകും. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി അത് നിയമമായി മാറും. ഏതായാലും ഇന്നും സമാനമായ രീതിയിൽ ലോക്സഭയിലേതുപോലെ തന്നെ രാത്രി വരെ നീണ്ടു നിൽക്കാനുള്ള സാധ്യത തന്നെയാണ് രാജ്യസഭയിലും ഉള്ളത്. അവിടെയും ഇന്ന് 12 മണിയോടുകൂടി ചർച്ച ആരംഭിക്കും. ശ്രീജ, ശരി. രാജ്യസഭയിലും കണക്കുകൾ സർക്കാരിന് അനുകൂലമായതുകൊണ്ട് തന്നെ അവിടെയും വലിയ നാടകീയമായ ഒന്നിനും സ്കോപ്പില്ല. വളരെ പെട്ടെന്ന് തന്നെ വലിയ എതിർപ്പില്ലാതെ രാജ്യസഭയിലും ബിൽ പാസ്സാക്കിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് സർക്കാരുള്ളത്. എന്തായാലും ഇന്നലെ ഏറെ വൈകി പുലർച്ചെ ഇന്ന് രാവിലെ 2 മണിയോടെയാണ് 1:56 ബിൽ ലോക്സഭയിൽ 288 വോട്ടുകൾക്ക് പാസ്സായത്.